കോതമംഗലത്തെ 23-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺസുഹൃത്ത് റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണാകുറ്റം, മർദ്ദനം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പ്രതി റമീസിന്റെ കുടുംബം ഒളിവിൽ പോയി. രജിസ്റ്റർ ചെയ്യിക്കാം, വീട്ടിൽ ആലുവയിൽ പേപ്പറൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടച്ചിട്ടു. പൊന്നാനി കാറൊക്കെ കൊണ്ടുവന്ന് 2 മാസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വീട്ടുകാരറിഞ്ഞാൽ മതി. മോള് തന്നെയല്ലേ ഉള്ളൂ, അവൾ പേടിച്ചു പോയി അതിൻ്റെ ഉള്ളിലിരുന്ന്. മകളുടെ കൂട്ടുകാരിയിൽ നിന്നാണ് സംഭവത്തിന്റെ ഗൗരവം വീട്ടുകാർ അറിയുന്നത്. റമീസയുമായുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം മതം മാറി വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്ന് മകൾ അറിയിച്ചിരുന്നു. അതുമുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ചേട്ടാ എന്നെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് വിട്ടാൽ മതി എന്ന് അവൾ കർശനമായിട്ട് പറഞ്ഞിട്ട് പോകുന്നത്. എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, അവർ വീണ്ടും എന്നെ മതം പറഞ്ഞ് മാറ്റുമെന്ന് പറഞ്ഞ് അവൾ അതാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് റമീസിനെതിരെ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ശരിയായ ദിശയിൽ അന്വേഷണം നടത്തി കുറ്റക്കാരായവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് സ്ഥലം MLA ആന്റണി ജോൺ പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധവുമായി BJPയും രംഗത്തെത്തി. സംഭവം വിവാദമായതോടെ പ്രതിയായ റമീസിന്റെ കുടുംബം ഒളിവിലാണ്. ആവശ്യമെങ്കിൽ റമീസിന്റെ കുടുംബത്തെയും കേസിൽ പ്രതി ചേർക്കും. ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 തൊടുപുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.